ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സാരി ബ്ലൗസ് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഒരു അളവ് ബ്ലൗസ് വെച്ചിട്ട് സാരി ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ഇന്ന് അളവെടുത്തിട്ട് ഒരു ലൈനിങ് ബ്ലൗസ് ആണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അത് ഓർഡിനറി ബ്ലൗസ് ആയിരുന്നു. ഇന്ന് ലൈനിങ് ബ്ലൗസ് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടോളൂ കേട്ടോ. സാരി ബ്ലൗസിന് ആദ്യമായിട്ട് അളവെടുക്കുന്നത് ഇറക്കമാണ്. അത് അളവെടുക്കുന്ന വ്യക്തിയുടെ പുറകുഭാഗത്തു നിന്നും ഇതുപോലെ ഷോൾഡറിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇറക്കം പിടിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ചെസ്റ്റ് അളവാണ് എടുക്കുന്നത്. അത് ഇതുപോലെ കൈക്കുഴിയുടെ തൊട്ട് അടുത്തുകൂടി ടേപ്പ് ചുറ്റി എടുക്കുക. ഇത് ജസ്റ്റ് ബോഡി ടച്ച് മതി കേട്ടോ, ഒത്തിരി വലിച്ചൊന്നും ഒരിക്കലും അളവെടുക്കരുത്. പിന്നീട് ബ്രസ്റ്റ് പോയിൻറ്റിന് മുകളിൽ നിന്നും ഇതുപോലെ തന്നെ അളവെടുക്കുക. പിന്നീട് ലാസ്റ്റ് കൊളുത്തിടുന്ന ആ താഴെ ഭാഗം അത് നല്ലപോലെ ടേപ്പ് വലിച്ചു പിടിച്ചിട്ട് അളവെടുക്കണം. ആ ഒരു കൊളുത്തിൻ്റെ മുറുക്കം നമ്മുടെ ബ്ലൗസിൻ്റെ അളവ് കറക്റ്റാക്കും. കൂടാതെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് നമുക്ക് ടക്കിടുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ബ്രസ്റ്റിൻ്റെ താഴെ വരെയുള്ള ആ ഒരു അളവ് എടുക്കുക. പിന്നീട് ഷോൾഡറിൽ നിന്നും ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള അളവ് എടുക്കുക, ടക്കിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ടക്ക് മുതൽ അടുത്ത ടക്ക് വരെയുള്ള അളവ് കൂടി, ആ പോയിൻ്റ് വരെയുള്ള അളവ് കൂടി ഒന്ന് എടുത്താൽ നല്ലതായിരിക്കും. ഈ ഷോൾഡറിൻ്റെ അളവ് ഇതുപോലെ എടുക്കുക. പക്ഷേ സാരി ബ്ലൗസിൻ്റെ ഷോൾഡർ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ സ്ലീവ് ലെങ്ത് എടുക്കുക. സ്ലീവ് ലെങ്ത് ഇതുപോലെ ആവശ്യത്തിനുള്ള ഇറക്കം എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് വെച്ച് കൈവണ്ണം എടുക്കുക. പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ അളവാണ് എടുക്കുന്നത്. അത് മിക്കവാറും 6 ഇഞ്ച് അല്ലെങ്കിൽ 6.5 ഇഞ്ചൊക്കെ വരാറുണ്ട് സാരി ബ്ലൗസിന്. ഉയരം കൂടുന്നവർക്കാണെങ്കിൽ 7 ഇഞ്ച് വരെ വരും. പിന്നീട് നമുക്ക് ബാക്ക് ഭാഗത്തു നിന്നും ബാക്ക് നെക്കിൻ്റെ അളവെടുക്കുക. ഷോൾഡറിൽ നിന്നും ഇതുപോലെ ഒരു 8.5 ഇഞ്ച് 9 ഇഞ്ച് വരെ വരാറുണ്ട്. ഞാൻ ഈ അളവെടുക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് ഇതിനകത്ത് ഇടാൻ നോക്കാം. എല്ലാ ഡ്രസ്സിൻ്റെ അളവെടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ 1 മീറ്റർ പീസിൽ നിന്നും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ഇട്ടിരുന്നു, കട്ടിങ് വീഡിയോ തൊട്ട് മുമ്പ് ഇട്ടിരുന്നു. അപ്പോൾ ഇത് ഒരു സാരിയുടെ വിത്ത് ബ്ലൗസ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ ഏതെല്ലാം ഭാഗത്തു നിന്നുമാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ കാണും. മിക്കവാറും 60 ഇഞ്ചോ 65 ഇഞ്ചോ സെൻറ്റിമീറ്ററോ ഒക്കെ വീതിയുള്ള തുണിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1 മീറ്റർ തികച്ചുണ്ടാവില്ല. അതിൽ നിന്ന് എങ്ങനെ ബ്ലൗസ് കട്ട് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ലൈനിങ് തുണിയിൽ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഈ തുണിയിൽ വച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, ഈ നല്ല ബ്ലൗസിൻ്റെ പീസിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഇപ്പം നമുക്ക് ആ ബ്ലൗസ് പീസ് മാറ്റി വെച്ചിട്ട് ലൈനിങ് തുണി കണ്ടോ, തേര് മുതൽ തേര് പോലെ മടക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ ഭാഗത്തു നിന്നുമാണ് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത്. കണ്ടോ, ആ മടക്കുപാട് വരുന്നില്ല. ആ ഭാഗത്തു നിന്നും ഏറ്റവും താഴെ നിന്നും നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. മിക്കവാറും സാരി ബ്ലൗസിന് 5.5 ഇഞ്ച് ഷോൾഡർ മതി. നമ്മൾ എടുക്കുന്ന ഷോൾഡറിൻ്റെ നേർപകുതി ആ ഒരു കണക്ക് സാരി ബ്ലൗസിന് വേണ്ട. കാരണം ഇതിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒത്തിരി ഇറങ്ങിയതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഒരു 15 ഇഞ്ചാണെങ്കിൽ 7.5 ഇഞ്ചൊക്കെ ഷോൾഡർ എടുത്താൽ അളവ് ക്ലിയർ ആവില്ല. 5.5 ഇഞ്ച് മതി. അധികം ഷോൾഡർ വിരിവുള്ളവർക്ക് 6 6.5 എടുക്കാം. അതിനുശേഷം നമ്മൾ ഷോൾഡറിൽ നിന്നും കൈക്കുഴി മാർക്ക് ചെയ്യുവാണ്. അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 6/1 ആണ് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നത്. അതൊരു 6 ഇഞ്ച് അല്ലെങ്കിൽ 6.5 ഇഞ്ച് വരെയൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് 35.5 കിട്ടിയിരിക്കുന്നത്. അതിനോട് ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി അതിൻ്റെ 4/1 ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. കൃത്യമായിട്ടും ഈ ഒരു 4/1 ഭാഗം മതി. അതിൽ നിന്നും കൂടുതലായി പോയാൽ ആ കൈക്കുഴി ഭാഗത്തൊക്കെ ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക്
ബാക്കിലെ നെക്ക് മാർക്ക് ചെയ്യാം. അതിൻ്റെ നെക്കിൻ്റെ ഇറക്കം 8.5 ഇഞ്ചാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതാ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ബോക്സ് പോലെ ആക്കുവാണ് കേട്ടോ. എന്നിട്ട് എപ്പോഴും നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ വരയിലൂടെ ഒരു പകുതി വരെ വന്നിട്ട് അതൊന്ന് ഉള്ളിലേക്ക് വിടർത്തി കൊടുക്കുക. അല്ലെങ്കിൽ നെക്ക് വല്ലാതെ ഒതുങ്ങിപ്പോവും. ഇത്രയൊന്ന് വിടർത്തി കൊടുത്താലാണ് നെക്കിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തു. അതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുവാണ് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നീട് നമ്മൾ ആ ബ്രസ്റ്റ് പോയിൻറ്റിന് മുകളിലൂടെയുള്ള അളവ് ഈ ബാക്ക് പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നില്ല. ഏറ്റവും താഴെയുള്ള ആ അളവിൻ്റെ 4/1 ഭാഗമാണ് നമ്മൾ ഈ താഴെ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പോയിൻ്റാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്ന് എന്താ ഇതുപോലെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. തയ്യൽ തുമ്പ് എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് ഇട്ടുകൊള്ളുക. നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ അത് കൂടുതലാണെന്ന് തോന്നിയാൽ കട്ട് ചെയ്ത് കളയാം. ഒരിക്കലും തികയാതെ വരരുത്. അതിൻ്റെ ബേസിലാണ് ഈ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നത്. പിന്നീട് ഈ ഷോൾഡർ ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ ആ ഷോൾഡറിൻ്റെ അകലം 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തത്. ഷോൾഡർ അല്ല, കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ചാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് ഇതുപോലെയാണ് ബാക്കിലെ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുക. മൂലയിൽ നിന്നും ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരിക്കലും കുഴിച്ച് വെട്ടരുത്, നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തുണി മാറ്റി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ. ഇപ്പോൾ തേരുവശം നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ തുണി ഇതുപോലെ തിരിച്ചിടുക. ഇത് തുണി ബാലൻസ് തുണി വരുത്താനും തുണി ലാഭിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ്. എന്നാലാണ് വലിയ ബ്ലൗസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടോ, ബാക്ക് പോർഷൻ വന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തു നിന്നും നേരെ റിവേഴ്സാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വയ്ക്കുമ്പോൾ കൈക്കുഴിയുടെ ഭാഗം കണ്ടോ, ഈ ബാക്ക് അളവിനേക്കാൾ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് താഴേക്ക് മാറ്റിയിട്ടിട്ട് വേണം കേട്ടോ ഈ കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട്. അവിടെ നമ്മൾ കൈക്കുഴിയിൽ നിന്നും ഒരു ടക്ക് പിടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു 1/2 ഇഞ്ച് വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തോളുക. എന്നിട്ട് കൈക്കുഴിയിൽ കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് നമുക്ക് അതിന് ശേഷം ഈ പോർഷൻ മാറ്റി വെച്ചിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് അളവെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ആ ഷോൾഡർ വരെ മാത്രം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പീസ് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇപ്പോൾ നമ്മൾ ടക്കിടാനുള്ള ആ ഒരു തുണിക്ക് 12.5 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ മുകളിലുള്ള ബാക്ക് പീസ് എടുത്ത് മാറ്റിയിട്ട് ആ 12.5 ഇവിടെ ഇതുപോലെ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. സ്റ്റിച്ചിങ്ങിലാണ് ഇതെല്ലാം ക്ലിയർ ആയിട്ട് വരുന്നത്. എന്നിട്ട് നമുക്ക് 3.5 ഇഞ്ച് നമ്മൾ ആ പോയിൻ്റ് ടു പോയിൻ്റ് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അത് 7 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ ഹാഫ് 3.5 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്യുവാണ്. മുകളിൽ നിന്നും നമുക്ക് 9.5 ഇഞ്ചാണ് കിട്ടിയത്. ഒരു 9 ഇഞ്ചാണ് കിട്ടിയത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 9.5 ഇഞ്ചിൽ ഈ ഒരു ടക്കിലാണ് ബ്ലൗസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി നെക്ക് മാർക്ക് ചെയ്യാം. ബാക്കി ടക്ക് മാർക്ക് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുവാണ്. 6.5 ഇഞ്ചിലാണ് നമ്മൾ നെക്ക് എടുത്തിരിക്കുന്നത്. അതൊരു ബോക്സ് ആക്കിയിട്ട് അല്പം വിടർത്തി തന്നെ കട്ട് ചെയ്യുക. സാരി ബ്ലൗസിൻ്റെ നെക്ക് എപ്പോഴും വിടർന്നിരിക്കുന്നതാണ് ഭംഗി, ഇതുപോലെ ഇറങ്ങിയ നെക്കാണെന്ന് ഉണ്ടെങ്കിൽ. അപ്പോൾ അത് അതിൻ്റെ പകുതിയിൽ നിന്നും അല്പം കൂടി ഒന്ന് വിടർത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ എല്ലാ ടക്ക് പോയിൻറ്റും ഇപ്പോൾ എടുക്കുന്നില്ല, അത് സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിലാണ് കേട്ടോ എടുക്കുന്നത്. ഈ നെക്കിൽ നിന്നും താഴേക്ക് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക നമുക്ക് ആ ഒരു പോയിൻ്റ് കിട്ടാനായിട്ട്. എന്നിട്ട് ഈ പോയിൻറ്റിൽ നിന്നും നമ്മൾ ആ മുകൾ ഭാഗത്ത് 12.5 ഇഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ മെയിൻ ടക്ക്. അപ്പോൾ ഈ ടക്ക് പിടിക്കുമ്പോൾ ആ താഴെ ഭാഗം തികയാതെ വരും. അവിടെ നിന്ന് സ്ട്രെയിറ്റ് കട്ട് ചെയ്താൽ നമുക്ക് തുണി തികയാതെ വരും വണ്ണം സ്റ്റിച്ച് ചെയ്ത് കൂട്ടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ചെരിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ ഈ ടക്ക് പിടിക്കാറുണ്ട്. ഈ ഒരു മെയിൻ ടക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ബ്ലൗസ് നമുക്ക് പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ ആ ടക്ക് പിടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. അത് സ്റ്റിച്ചിങ് ടൈമിൽ പറയാം, ഇപ്പോൾ പറഞ്ഞു വെച്ചാലും മനസ്സിലാവില്ല.
നമ്മൾ സാധാരണ കൈക്കുഴിയിലേക്കുള്ളതും സെൻറ്റർ ടക്കും ഒക്കെ ആയിട്ട് ഒരു 3 ടക്ക് മാർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിലാണ് അത് പറഞ്ഞു തരുന്നത്. വേറൊന്നുമല്ല, കൃത്യമായൊരളവിൽ ടക്ക് മാർക്ക് ചെയ്താൽ അത് ക്ലിയർ ആവില്ല. നമ്മൾ എടുത്തിരിക്കുന്ന ആളിൻ്റെ അളവിനനുസരിച്ച് തന്നെ വേണം ടക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ഷേപ്പ് കിട്ടാത്തവർക്ക് ഇതുപോലുള്ള കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ആ ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തു, ബാലൻസ് പീസ് മാറ്റി വെച്ചു. ഇനിയാണ് ടക്കിൻ്റെ കാര്യം പറയുന്നത്. ഈ മെയിൻ ടക്ക് നമ്മൾ ചെസ്റ്റ് അളവ് ഫ്രണ്ട് പോർഷനിൽ മാർക്ക് ചെയ്യുന്നില്ല ഈ ഒരു ടൈമിൽ. കാരണം നമുക്ക് കൈക്കുഴിയിൽ നിന്നും ഒരു ടക്കിടാനുണ്ട്. അപ്പോൾ ആ ടക്കിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അളവ് വ്യത്യാസം വരും. അതുകൊണ്ട് ടക്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരളവ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ടക്ക് ഇടുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള ടക്കും ഈ ഭാഗത്തുള്ള ടക്കും ഈ കൈക്കുഴിയിലേക്കുള്ള ടക്കും എല്ലാം കൃത്യമായ ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചു വെച്ചാൽ കറക്റ്റ് ആവില്ല. ഈ സെൻറ്റർ ടക്ക് അനുസരിച്ച് ഈ കൈക്കുഴിയിലേക്കുള്ള ടക്ക് ഇതുപോലെ വരണം. ബ്ലൗസിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസിന് അങ്ങനെയാണ് ടക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് സ്റ്റിച്ചിങ് ടൈമിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പൊടിക്കൈകളൊക്കെ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ബ്ലൗസ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. പിന്നീട് നമ്മൾ ആ ബാലൻസ് ഉള്ള തുണിയിൽ നിന്നും സ്ലീവ് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് ലെങ്തി സ്ലീവ് ആവുകൊണ്ട് നമുക്ക് താഴെ നിന്നും ആ 1.5 ഇഞ്ച് മടക്കി തയ്ക്കാൻ ഹെമ്മിങ് ചെയ്യാനുള്ള തുണിയൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ലൈനിങ് പീസും നല്ല തുണിയും കൂടി നല്ല വശവും ചേർത്ത് വെച്ചിട്ട് തയ്ച്ച് ആണ് കൈയുടെ താഴെ ഭാഗം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ആ ഒരു സ്റ്റിച്ചിങ് വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 12.5 ഇഞ്ച് ഇറക്കവും 10 ഇഞ്ച് വണ്ണവുമുള്ള ഒരു സ്ലീവാണ്. അപ്പോൾ വണ്ണം താഴെ ഭാഗത്തെ വണ്ണമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആ 12.5യോട് ഒരു 3/4 ഇഞ്ചാണ് കൂട്ടുന്നുള്ളൂ. മുകളിൽ ഒരു 1/2 ഇഞ്ചും താഴെ ഒരു 1/4 ഇഞ്ചുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ 2 വശവും മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്നും ഒരു 3.5 ഇഞ്ച് പോയിൻ്റ് കണ്ടെത്തുക. അതിനുശേഷം ഇവിടെ നിന്നും ജസ്റ്റ് ചെരിച്ച് നമ്മൾ സ്ലീവ് വരച്ചു കൊടുക്കുകയാണ്. പക്ഷേ അത് ആ കൈക്കുഴിയുടെ ഭാഗത്ത് നമുക്ക് മിക്കവാറും എക്സ്ട്രാ പീസ് പിടിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ലീവ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ താഴെയുള്ള 10 ഇഞ്ചില്ലേ അങ്ങനെ ചെരിച്ച് വെട്ടുന്നില്ല. അങ്ങനെ ചെരിച്ച് വെട്ടിയാൽ നമുക്ക് ആ കൈക്കുഴിയുടെ ഭാഗത്ത് എക്സ്ട്രാ പീസ് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടി കണ്ടാൽ മാത്രമാണ് ഈ കുറച്ച് തുണിയിൽ നിന്നും എങ്ങനെയാണ് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ കൈ രണ്ടും അത് സെപ്പറേറ്റ് ആക്കുവാണ്. കണ്ടോ, ഇപ്പോൾ കൈ രണ്ടും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ആ സെൻറ്റർ ഭാഗമാണ് കേട്ടോ മടക്ക് വശത്ത് വന്നിരിക്കുന്നത്. ഇനി കിട്ടുന്ന ഈ ഒരു പീസിൽ നിന്നുമാണ് നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ടക്കിടുന്ന പീസുണ്ടല്ലോ അതിൻ്റെ താഴെ വയ്ക്കുന്ന പട്ട മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു തുമ്പ് അത്രയും കർവായിട്ട് വരണ്ട. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. സ്ട്രെയിറ്റ് ആവരുത് കേട്ടോ, ജസ്റ്റ് ഒരു കർവ് മതി. എന്നിട്ട് നമുക്ക് ഇത് ഈ 4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്നും താഴേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴെ നമുക്ക് 29 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ 4/1 1.5 ഇഞ്ച് കൂട്ടി തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ താഴെ ഭാഗം. കാരണം നമുക്ക് പിന്നീട് ഈ ബ്ലൗസ് വണ്ണം കൂട്ടേണ്ടിയോ എന്തെങ്കിലും ഒന്ന് വന്നാൽ അതിനുള്ള സ്പേസ് കൂടി വേണം. അപ്പോൾ ആ ഒരു ഭാഗമാണ് മിക്കവാറും വണ്ണം കൂട്ടേണ്ടി വരാറ്. എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്താലും മതി. വേറെ കൂടുതൽ ഷേപ്പോ അതിൽ കണക്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ബ്ലൗസ് തയ്ച്ചു വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ലൈനിങ് പീസ് നമുക്ക് വേറെ ഏതെങ്കിലും കട്ടിങ് പീസിൽ നിന്നൊക്കെ മുറിച്ചെടുക്കാം. ഈ ബാലൻസ് വന്നിരിക്കുന്ന പീസിൽ നിന്നുമാണ് നമ്മൾ ഇനി കഴുത്ത് ഹെമ്മിങ് ചെയ്യാനുള്ളതും ബാക്കി പടികളും ഒക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പിങ് ഞാനങ്ങ് അഴിച്ച് മാറ്റുവാണ് കേട്ടോ. അത് എനിക്കിഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. സ്ലീവ് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അഴിച്ച് മാറ്റിയിട്ട് രണ്ടാമത് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഈ ബ്ലൗസിൻ്റെ സാരി ബ്ലൗസിൻ്റെ ഈ പീസിൽ നിന്നും ഏത് ഭാഗത്തു നിന്നും എങ്ങനെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ലീവ് 2 അറ്റത്തു നിന്നുമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ നല്ല തുണിയിൽ ഒരു എക്സ്ട്രാ പീസ് വേണ്ടി വരില്ല.
അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവിന് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ദാ ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ചിട്ടാണ് മിക്കവാറും ഈ ഒരു വശത്തായിരിക്കും മിക്കവാറും സ്ലീവിന് വേണ്ട ഡിസൈനോ ബോർഡറോ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇത് പ്ലെയിൻ തുണി ആയതുകൊണ്ട് 2 ഭാഗത്തു നിന്ന് കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ സ്ലീവ് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് വെക്കുവാണ്. അപ്പോൾ ഇത് തുണി കണ്ടോ വട്ടം മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മടക്കുപാടിൻ്റെ ഭാഗത്ത് ബാക്ക് പോർഷൻ്റെ ആ മടക്ക് ഭാഗം വന്നം സെപ്പറേറ്റ് ആയി പോകരുതല്ലോ. അപ്പോൾ ബാക്ക് പോർഷൻ എടുത്ത് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം കേട്ടോ. എന്നിട്ട് ദാ ഇതുപോലെ ആ ബാക്ക് പോർഷൻ എടുത്ത് വെക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ എടുത്ത് തിരിച്ച് വയ്ക്കുക. അപ്പോൾ ആ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കയറി വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് തുണിയൊന്ന് സ്പേസ് ലാഭിക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. ടച്ച് ചെയ്യാത്ത തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ട് വേണം വയ്ക്കാൻ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും നമുക്ക് ആ ഒരു സ്ലീവ് കിട്ടില്ല. കണ്ടോ സ്ലീവിന് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട്. ചെറിയ സ്ലീവ് ആണെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് സ്ലീവ് കിട്ടും കേട്ടോ. അപ്പോൾ 2 ഭാഗത്തു നിന്നുമായിട്ട് സ്ലീവ് കട്ട് ചെയ്താൽ ഈ നല്ല തുണി പെട്ടെന്ന് പിഞ്ചി പോകുന്നതൊക്കെ ആണെങ്കിൽ കൈക്കുഴി ഭാഗം അറ്റാച്ച് ചെയ്യാതിരിക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ സ്ലീവ് 2ഉം കട്ട് ചെയ്യുവാണ്. സ്ലീവിന് അറ്റാച്ച് ചെയ്ത് എക്സ്ട്രാ പീസ് വെക്കേണ്ടതായിട്ട് വരും. എന്തായാലും അതേ ഈ ബ്ലൗസിന് മാർഗമുള്ളൂ. അപ്പോൾ നമ്മളിതാ ഇതിന് താഴെ തയ്യൽ തുമ്പും മുകളിലും കുറച്ചൊരു 1/4 ഇഞ്ചെങ്കിലും സ്പേസ് കൂടുതൽ കൊടുത്ത് തന്നെ കട്ട് ചെയ്യാം. നമ്മുടെ ലൈനിങ് പെർഫെക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ലൈനിങ്ങും നല്ല തുണിയും കൂടി അറ്റാച്ച് ചെയ്ത് നമ്മളൊരു ഓർഡിനറി ബ്ലൗസിൻ്റെ മോഡൽ ഈ തുണി ആക്കിയെടുക്കുകയാണ്. അതിന് ശേഷമാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓർഡിനറി ബ്ലൗസും ലൈനിങ് ബ്ലൗസും സ്റ്റിച്ച് ചെയ്യുന്നത് ഒരേ മെത്തേഡിൽ തന്നെയാവും. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ സ്റ്റിച്ചിങ് വീഡിയോയിൽ പറയാം. എല്ലാവരും അതുകൂടി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്ലീവ് ഒരു ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ തുണി തിരിച്ചിട്ടിട്ട് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുവാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം വെച്ച രീതിക്ക് തന്നെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ സ്ലീവ് കിട്ടില്ലാത്തതുകൊണ്ട് ബാക്ക് പോർഷൻ്റെ താഴ്ഭാഗം സ്ട്രെയിറ്റ് ആയതുകൊണ്ടും നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള തേര് ഭാഗം കിട്ടുന്ന രീതിയിൽ ബാക്ക് പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൽ നിന്നുമാണ് നമുക്ക് ഫ്രണ്ടിൽ കൊളത്ത് കഴിഞ്ഞിട്ട് ഐബാർ വെക്കാനുള്ള പടി കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്താലും മതി. അല്ലാതെ അളവ് കൃത്യമായിട്ട് ലൈനിങ് വെച്ചിട്ട് കൃത്യമായിട്ട് ഒരിക്കലും കട്ട് ചെയ്ത് ഇതുപോലെ എക്സ്ട്രാ 4 ഭാഗത്തും തയ്യൽ തുമ്പിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ ഈ നല്ല തുണി. എന്നാലാണ് നമ്മുടെ സ്റ്റിച്ചിങ് നമുക്ക് ആ ഒരു ടൈമിൽ നമുക്കൊരു വ്യത്യാസവും കൂടാതെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ആ കൈക്കുഴി വരുന്ന ആ ഭാഗത്തേക്ക് തിരിച്ച് നമ്മൾ ഫ്രണ്ട് പോർഷൻ വെക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ 2 പീസായിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്കത് എങ്ങനെ വേണമെങ്കിലും തിരിച്ച് വയ്ക്കാം. മാക്സിമം തുണി ഒതുക്കിയിട്ട് വെട്ടുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനും ആ ഒരു എക്സ്ട്രാ തുണി കുറച്ച് എക്സ്ട്രാ തുണി ഇട്ടിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ധൈര്യമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് തയ്ച്ച് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ഈ ഫ്രണ്ട് പോർഷൻ്റെ താഴെ വരുന്ന പടി കിട്ടും എന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് അതൊന്ന് മുകളിൽ വെച്ച് നോക്കുമ്പോൾ എന്തായാലും തികയും. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗം മാത്രമാണ് നമ്മൾ ലെവൽ ചെയ്യുന്നുള്ളൂ. അല്ല എങ്കിൽ ഈ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു കട്ട് പീസ് കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു പീസ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ പടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. എന്തായാലും ഒരു സാരി ബ്ലൗസിൻ്റെ വിത്ത് പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡിൽ സാരി ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഷിഫോൺ തുണിയൊക്കെ ആണെങ്കിൽ മാത്രം തുടക്കക്കാർക്ക് അല്പം ബുദ്ധിമുട്ട് വരുള്ളൂ. ഇത്രയും ഒരു പീസ് നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പട്ട ഒക്കെ വെക്കാം, പടി ഒക്കെ വെക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഭാഷയാണ് കേട്ടോ ഈ പട്ട, പടി അങ്ങനെയൊക്കെ ഉള്ളത്. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. പിന്നീട് സ്ലീവിന് എക്സ്ട്രാ വെക്കണമെങ്കിലും ഈ ഒരു പീസിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടും. ഇപ്പം നമുക്ക് ഇത്രയും പീസുകളൊക്കെയാണ് ബാലൻസ് കിട്ടിയിരിക്കുന്നത്.
വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ തുടർന്നുള്ള വീഡിയോസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ.